എന്തിനാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് മുഴുവനും അയൺ ഗുളിക കൊടുക്കുന്നത്? ആ കുട്ടികളെ പരിശോധിച്ച് അയണിന്റെ കുറവുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ? അല്ല. അപ്പൊ ഈ അയണിന്റെ ഓവർലോഡ് വന്നാൽ എന്താ സംഭവിക്കുക? കുട്ടിക്ക് അയണിന്റെ അംശം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിരവധിയായ രോഗങ്ങളിലേക്ക്, കരളിനും കിഡ്നിക്കും ഒക്കെ ഡാമേജിലേക്ക് വരും. അതേപോലെ ദിവസവും മുട്ട കൊടുക്കുന്നു. ദിവസവും നമ്മൾ മുട്ട ഒട്ടും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. അമേരിക്കയിൽ PCRM എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. 17,000 ഡോക്ടർമാർ അംഗങ്ങളായ ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ, സത്യസന്ധരായ ഡോക്ടർമാരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ സംഘടനയാണ് PCRM. അവർ പറയുന്നത് മുട്ട മനുഷ്യ ശരീരത്തിൽ ചേരില്ല, നല്ലതല്ല, ഹൃദ്രോഗം ഉണ്ടാക്കും, ക്യാൻസറിന് കാരണമാകും, അലർജിക് റിയാക്ഷൻ ഉണ്ടാകും. മുട്ട നല്ലതാണെന്ന് പറയുന്നത് ആരാ? മുട്ട കമ്പനികളുടെ ഫണ്ട് വാങ്ങുന്ന കുറേ ശാസ്ത്രീയ പഠനക്കാരാണ് മുട്ട നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, സൂപ്പർ ഫുഡാണ് എന്ന ഉത്തരം നമുക്ക് ശാസ്ത്രീയ പഠനങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ ഏജൻസികളും ഉണ്ട്. കാരണം സർക്കാരിൻ്റെ ഏജൻസിയിൽ വിദഗ്ധ കമ്മിറ്റിയിൽ മുട്ട സംഘടനകളുടെ പ്രതിനിധികളും ഉണ്ട്. ഇപ്പോൾ PCRM പറയുന്നു മുട്ട നമുക്ക് ചേർന്നതല്ല. പക്ഷെ ധാരാളം പഠനങ്ങൾ, ഏതാണ്ട് 60% ശാസ്ത്രീയ റിപ്പോർട്ടുകൾ, പഠന ഗവേഷണ ഫലങ്ങൾ മുട്ട സംഘടനകളുടെ, ഏജൻസികളുടെ, സർക്കാരിൻ്റെയൊക്കെ ഫണ്ട് വാങ്ങി നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. ഇത് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പാലിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ 30% ഫണ്ട് പാൽപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനിക്കാരുടെ, കാലിത്തീറ്റ ഉണ്ടാക്കുന്ന കമ്പനിക്കാരുടെ, വൻകിട ഫാമുകൾ നടത്തുന്ന കമ്പനികളുടെ, നെസ്ലെ പോലെ പാൽപ്പൊടി കൊണ്ട് പലതും ഉണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ കാശ് വാങ്ങിയ പഠനങ്ങളാണ് 30%. വേറൊരു 30% കാശ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്താത്ത, ഡിസ്ക്ലോസ് ചെയ്യാത്ത, ഫണ്ട് എവിടെ നിന്നാണെന്ന് പറയാത്തതും, വേറെ പല കാരണങ്ങളുടെയും പേരിൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ പഠനത്തിന് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. പക്ഷെ പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പലരും മരുന്ന് കമ്പനിയുടെ പ്രഭാഷകനായിട്ട് ഫണ്ട് വാങ്ങുന്നവരാണ്. അവരുടെ ചില പ്രൊഡക്ട്സ് സ്റ്റോക്കിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയൊക്കെ കിടക്കുകയാണ്. ഈ ശാസ്ത്രീയ പഠനങ്ങളെന്ന് പലരും പറയുന്നതിനെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജനകീയമായ സത്യങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാലമാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധത മൂലം, ജനങ്ങളോട് കടപ്പാട് കൊണ്ട് ശാസ്ത്രീയ ഗവേഷണം നടത്തുന്ന സ്വതന്ത്ര ശാസ്ത്രജ്ഞന്മാർ ഇന്നത്തെ കാലത്ത് വളരെ 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 കുറവാണ്. ഉണ്ടെങ്കിലും മാധവ് ഗാഡ്ഗിലിന് പറ്റിയ പോലെ ഇരിക്കും, ഡോക്ടർ VS വിജയന് പറ്റുന്നത് പോലെ ഇരിക്കും. സത്യസന്ധനായ മാധവ് ഗാഡ്ഗിൽ നമ്മുടെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തായിരുന്നു അങ്ങേർക്കെതിരായുള്ള എതിർപ്പ്? ഞങ്ങളുടെ പള്ളിക്കാരും CSI സഭയൊഴിച്ച് ബാക്കിയുള്ള സകല സഭകളും അങ്ങേരെ എതിർത്തു. ഇതാണ് ശരിയെന്ന് പറഞ്ഞ PT തോമസ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ശവപ്പെട്ടി, ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ആ ശവപ്പെട്ടി ചോന്നുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു എതിർപ്പ്? PT തോമസിന് തൻ്റെ മണ്ഡലം അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ നിന്നാൽ തോക്കി. ആ രീതിയിൽ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും സഭാപരമായിട്ടും ഒക്കെയുള്ള എതിർപ്പാണ് അവിടെ ഉണ്ടായത്. ഗാഡ്ഗിൽ പറഞ്ഞു, ഞാൻ പറയുന്ന അപകടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ അധിക കാലമൊന്നും വേണ്ടി വരില്ല, 5 കൊല്ലം മതി. 5 കൊല്ലത്തിനുള്ളിൽ മല മുഴുവനും ഇടിഞ്ഞ് ഉരുൾപൊട്ടലായിട്ട് പോരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഗാഡ്ഗിൽ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇന്നേ പറഞ്ഞതല്ലേ, പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്, ഇതുപോലെ പ്രകൃതിക്ക് താങ്ങാൻ പറ്റില്ല. സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മുഴുവൻ ക്വാറികൾ കൊഴിച്ച് ഈ ദൂരത്തിനുള്ളിൽ 800 കിലോമീറ്റർ മലയുടെ നീളത്തിനുള്ളിൽ 6000 ക്വാറികൾ സർക്കാരിൻ്റെ അറിവോടെ പ്രവർത്തിക്കുന്നുണ്ട്, അറിവില്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ക്വാറിയിലും ഡൈനമിറ്റ് വെച്ച് പൊട്ടിക്കുമ്പോൾ
പാറ പൊട്ടിക്കുമ്പോൾ അവിടെ മുഴുവൻ പ്രകമ്പനം കൊള്ളും, വിള്ളലുകൾ വരും. ആ വിള്ളലിൽ മഴവെള്ളം ഇറങ്ങി നിന്നാൽ, പാറയുടെ ഇടയിൽ വെള്ളം ഇറങ്ങി നിന്നാൽ എന്ത് പറ്റും? പാറ പൊളിക്കുന്ന വെള്ളമാണ്, വെള്ളം ചീറ്റി. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. പാറ പൊളിക്കുന്ന വെള്ളമാണ്, വെള്ളം ചീറ്റിച്ച് ആ വെള്ളം അവിടെ നിന്ന് പതുക്കെ വിള്ളലുകളിലൂടെ വെള്ളം ഇറങ്ങി 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 അത് വിട്ട് താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞു പോയി. ഇപ്പം നമ്മൾ ഈ ഹൈവേയിലൂടെ MC റോഡിലൂടെ പോകുമ്പോൾ പലയിടത്തും മല ചെത്തി ഇങ്ങനെ നിർത്തിയിട്ട് ഇടിഞ്ഞു പോരുന്നത് കാണാൻ സാധിക്കും. ഈ അയ്യാറി നമ്മുടെ മാസപ്പടി കർത്ത എങ്ങനെയാണ് മണ്ണ് മാന്തും, കടൽ തീർത്ത മണ്ണ് മാന്തുമ്പോൾ വീട് സൈഡ് ഇടിഞ്ഞ് വീഴും, അതും മാന്തി എടുക്കും. നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ, അയാൾ അക്വയർ ചെയ്തിട്ടൊന്നുമല്ലല്ലോ. ആ പ്രദേശം മുഴുവൻ തീർത്തിക്കും. ആരെന്ത് ചെയ്തു? എല്ലാ പാർട്ടിക്കാരും കരിമണൽ കർത്തയുടെ കാശും വാങ്ങിയിട്ട് പേരിനൊരു എതിർപ്പ് കാണിച്ച് നാടകം നടിച്ച് പാവങ്ങൾക്ക് പോയവർക്ക് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അവസ്ഥയിലാണ് ആരോഗ്യ രംഗത്ത് 10,000-ലധികം കോടി രൂപ കുത്തക കമ്പനികൾ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള അമേരിക്കൻ കുത്തക കമ്പനികൾ കേരളത്തിൽ കൊണ്ടുവന്ന് മുടക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണ് അവർ മുടക്കുന്നത്? ഈ മുടക്കുന്ന കാശ് 10 ഇരട്ടിയായി തിരിച്ചു കിട്ടാൻ ഉറപ്പുണ്ടെങ്കിലല്ലേ വിദേശ കുത്തകകളും ഒന്ന് മുടക്കുള്ളൂ. അവർ വളരെ സ്റ്റഡി നടത്തി. കിംസില് 4000 കോടി, ബേബി മെമ്മോറിയലില് കോഴിക്കോട് 2000 കോടി, വേറെ ചിലതിനൊക്കെ കോടികളുണ്ട്. കിംസ് എന്ന് പറയുന്ന ഒരു ആശുപത്രി ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിഭീകരമായി പ്രവർത്തിക്കുന്ന വളരെ പരാതികൾ ഉള്ളൊരു ആശുപത്രിയാണ്. ലേക്ക് ഷോർ പോലെ എറണാകുളത്തുള്ള ലേക്ക് ഷോർ ആണെങ്കിൽ മരിക്കാനിടയില്ലാത്ത റോഡപകടം പറ്റി അവരെ പോലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവയവങ്ങൾ പറിച്ചെടുത്ത് കഴുകതുല്യം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതിൻ്റെ പരാതി കൊടുത്തിട്ടുള്ളത് അലോപ്പതി ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ ഗണപതി. കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ കുടുംബം പണയം വെക്കണം. ഒരു സ്റ്റെന്റ് ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം 3 ലക്ഷം. ക്യാൻസർ ആണെങ്കിൽ ഒരു ആശുപത്രിയിൽ 1 രൂപ. ഒരാളുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസ് ക്യാൻസറോ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലിവർ ക്യാൻസർ ആശുപത്രി എന്ത് ചെലവ് വരുന്നുണ്ട്? ചുരുങ്ങിയത് ഒരു 5 ലക്ഷം, ചുരുങ്ങിയത്. അത് കോടികളിലേക്ക് പോകും. അങ്ങനെ ചെലവുള്ളിടത്താണ് 10,000 കോടി കൂടി വരുന്നു. ഈ 10,000 കോടിക്ക് കൂടെ കച്ചവടം നടക്കണമല്ലോ. അടുത്ത മാസം തുടങ്ങി അതിനുള്ള ആ കാശ് അവിടെ നിന്ന് വരും. അത്രയും കൂടുതൽ കച്ചവടം നടത്താനുള്ള രോഗികളോട് നിന്ന് കിട്ടും. ഇവിടെ കാശ് മുടക്കുന്നത് വളരെ കൊല്ലത്തെ പ്ലാനിങ്ങിലാണ്. കോവിഡ് വാക്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നടക്കുന്ന വഴി പലരും കുഴഞ്ഞു വീഴുന്നുണ്ട്. ആരോഗ്യമായിട്ട് ജീവിക്കുന്ന കരുത്തരായ ബോഡി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരാണ് കുഴഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് നൊഡ്യൂൾസ്, ലിവറിലെ നൊഡ്യൂൾസ്, ഫാറ്റി ലിവർ, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വളരെ പെരുകുകയാണ്. കൃത്യമായിട്ട് അവർക്കറിയാം വീഴാൻ പോകുന്ന ആളുകളോ ഏതൊക്കെ രോഗമാണ് കൂടാൻ പോകുന്നത്, പുതുതായിട്ട് വരാൻ പോകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്. സ്പ്രിംഗ്ലറിലൂടെ നമ്മുടെ എല്ലാം ആരോഗ്യ വിവരങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച് വരാൻ പോകുന്ന രോഗങ്ങൾ ചാകര കൊയ്യാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അവർക്കറിയാം ഇപ്പം അതിൻ്റെ
10 മടങ്ങ് രോഗങ്ങൾ കൂടാൻ പോകുന്നു, കാശും കൂടാൻ പോവുക. പക്ഷേ അവരുടെ ഒരു സിസ്റ്റത്തിൽ, ഈ വിദേശ ഹെൽത്ത് അവരുടെ ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിൽ കാശ് കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെ നോർമലായിട്ടൊരു തുക എടുത്താൽ മതി, ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി, നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് എടുത്തപ്പോൾ ഇപ്പോൾ പറയണ പനിക്ക് കിട്ടൂല, പല്ലിൻ്റെ ഇതിനൊന്നും കിട്ടുകയില്ല, പിന്നെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി ഇതൊരു ഭയങ്കരമായിട്ടുള്ള കെണിയാണ്. ഈ ഞണ്ടിന് നമ്മൾ ഞണ്ടാറമ്പള്ളി ഇടില്ലേ, ഇരയിടില്ലേ, പതുക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ സൂത്രത്തിലെടുക്കുന്ന ഒരു പണിയാണ് ഈ ചെയ്തു വേണ്ടത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. പ്രീമിയം കൂട്ടിക്കൊണ്ടിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കും മനസ്സിലാവും ഇൻഷുറൻസ് ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുടുംബം കുത്തുവാളയെടുക്കും. അങ്ങനെ വരുമ്പോൾ മഹാരോഗങ്ങൾ പിടിച്ച ആളുകൾ, കൂടുതൽ വിലയുള്ള മരുന്നുകൾ വേണ്ടവർ, കൂടുതൽ ട്രീറ്റ്മെന്റ് വേണ്ടവർ എന്ത് ചെയ്യും? ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്താൽ അവരെ കൊല്ലുക. ഒരു അമേരിക്കൻ സിസ്റ്റം അതാണ്. വളരെ വില കൂടിയ മരുന്നുകൾ തുടർച്ചയായിട്ട് വേണ്ട രീതിയിലുള്ള രോഗം വരുന്നവരെ അവർക്ക് നേരത്തെ തന്നെ പിരിച്ചുവിടാനുള്ള വഴികൾ അറിയാം. ആശുപത്രികളിൽ നിങ്ങളെ ഒരു കൊല നടത്തിയാൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ആശുപത്രിയെ പോലെ മനുഷ്യരെ കൊല്ലാൻ പറ്റിയ ഒരു സ്ഥലം വേറെയില്ല. അപ്പൊ നിങ്ങൾക്ക് വിരോധമുള്ള നിങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുന്ന വേറൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ആളുണ്ടെന്ന് വയ്ക്കുക. ഒരു ദിവസം നിങ്ങൾ കേട്ടു അയാള് ഒരു അറ്റാക്ക് വന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ആ ഹോസ്പിറ്റൽ നടത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അതിന് ഷെയർ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായിരിക്കും അതിൻ്റെ മുതലാളി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകനായിരിക്കും അവിടുത്തെ ഡോക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമോനായിരിക്കും, മകളായിരിക്കാം, നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഡോക്ടറുടെ ആർത്തി പണ്ടാരമാണ്. നിങ്ങൾ ആ ഡോക്ടറെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഓണറെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനൊരു 5 കോടി തരാം. നമ്മുടെ എതിർ ബിസിനസ്സുകാരൻ അവിടെ ഒന്ന് കിടപ്പുണ്ടല്ലോ, അയാള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ട, 5 കോടി ഒരു ചെറിയ ഇഞ്ചക്ഷൻ മതി, അയാൾ ഇങ്ങനെ ഇരുന്നോളൂ, സ്ട്രോക്ക് വന്നിരുന്നു. അല്ലെങ്കിൽ 2 മരുന്നുകൾ കൂടി കൊടുത്താൽ മതി. 2 കൊടുക്കുന്നതിൽ ലീഗലായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 2 മരുന്നിന്റെ ഇന്ററാക്ഷൻ ഹാർട്ട് അറ്റാക്ക് ആവാം, സ്ട്രോക്ക് ആകാം. വളരെ എളുപ്പമാണ്. ഒന്നും വേണ്ടല്ലോ, അവിടുത്തെ നേഴ്സിനെ വിളിച്ച് മോളെ എനിക്ക് 10 ലക്ഷം രൂപ തരാം, നീ ആ ഇഞ്ചക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തു. ഇന്നത്തെ കാലമല്ലേ. ചെയ്താൽ ആരെങ്കിലും അറിയുമോ? ഇനി അവിടെ വെച്ച് അങ്ങനെ മരുന്നിന്റെ കുഴപ്പമുണ്ടായി ആശുപത്രി പുറത്ത് പറയുമോ? ആരെങ്കിലും അറിയുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? അയാൾ അറ്റാക്ക് വന്ന് ആശുപത്രിയിലായി. ഡോക്ടർമാരെല്ലാ തരത്തിലും ശ്രമിച്ചു, ആത്മാർത്ഥമായി തന്നെ കഴിവനുസരിച്ച് അവർ ശ്രമിച്ചു. പക്ഷേ സോറി, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അതിൽ തീരും. ഓ, വണ്ടി നമ്മൾ മനപ്പുറം കൊണ്ട് ഇടിച്ചു എന്നൊക്കെ തെളിയിക്കാൻ പറ്റും. ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒരു ഉപമുഖ്യമന്ത്രി തർക്കമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലായി. ഉപമുഖ്യമന്ത്രി ഇത് തന്നെ തർക്കമെന്ന് കരുതിയിട്ട് അയാളുടെ സ്വാധീനമുള്ള ഡോക്ടറോട് പറഞ്ഞു, നമ്മുടെ പാർട്ടിക്ക് അയാളുടെ ഗ്രൂപ്പുകാരനാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ട, ഒരു പച്ചക്കറിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ അവിടെ വെച്ചൊന്ന് തട്ടി വെക്കും. ഇങ്ങനെ ഇരുത്താം, ഒരു മരുന്ന് മാറിയാൽ മതി. വളരെ ഭീകരമായ ശിക്ഷയില്ലാത്ത കൊലപാതകങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം ആശുപത്രിയാണ്. ശിക്ഷയില്ലാത്ത കൊലപാതകങ്ങൾക്ക്